നമസ്കാരം. ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയിലെ MA വിദ്യാർത്ഥികളായ ഞങ്ങൾ സംസ്കാരവും ചരിത്രവും തേടി നടത്തുന്ന ഒരു യാത്രയുടെ ആവിഷ്കാരത്തിലേക്കാണ് കടക്കുന്നത്. പല്ലവകാലത്ത് നിർമ്മിക്കപ്പെട്ടു എന്ന് കരുതുന്ന കവിയൂർ ഗുഹാക്ഷേത്രത്തിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ആ വീഡിയോയിലേക്ക്. ചരിത്ര കൗതുകങ്ങൾ നിറഞ്ഞതും നാടിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ നിർണായകമായ മുദ്രകൾ പതിപ്പിച്ചതുമായ സ്ഥലങ്ങൾ എല്ലായിടത്തുമുണ്ട്. കേരളത്തിലും പഠനവിധേയമാക്കേണ്ട ഇത്തരം സ്ഥലങ്ങൾ ഏറെയുണ്ട്. കലാമേന്മയും പ്രാചീനതയും ഒന്നിക്കുന്ന ഇവിടങ്ങളിലേക്ക് ചരിത്ര കൗതുകികൾ ധാരാളമായി എത്താറുണ്ട്. അത്തരമൊരു സ്ഥലം തേടിയാണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയ്ക്ക് 6 കിലോമീറ്റർ കിഴക്കുമാറി കവിയൂർ എന്ന പ്രദേശത്തുള്ള തൃക്കാക്കുടി ഗുഹാക്ഷേത്രമാണിത്. ഇങ്ങനെയൊരു ചരിത്ര സ്മാരകം ഇവിടെയുണ്ടെന്ന് സമീപ ജില്ലകളിൽ പോലും ഉള്ള പലർക്കും അറിയില്ല എന്നതാണ് സത്യം. മലയാളിയുടെ ചരിത്രബോധം ഇനിയും വളരേണ്ടിയിരിക്കുന്നു. കേരള പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലാണ് ഈ ഗുഹയും ഇവിടെയുള്ള ഗുഹാക്ഷേത്രവും. ശത്രുക്കളുടെയും വന്യമൃഗങ്ങളുടെയും ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ശാന്തവും സുരക്ഷിതവുമായ താവളങ്ങളാണ് പ്രാചീന കാലത്തെ മനുഷ്യർ തെരഞ്ഞെടുത്തിരുന്നത്. കവിയൂരിലെ ഗുഹാക്ഷേത്രവും അങ്ങനെയൊരിടത്താണ്. ഇന്നത്തെ പോലെ ആരാധനാലയം എന്നതിലുപരി മനുഷ്യ സങ്കേതങ്ങളായിരുന്നു അന്നത്തെ ക്ഷേത്രങ്ങൾ. ഒരു വലിയ മലയുടെ ഭാഗമായ 2 പാറകൾക്കിടയിലുള്ള സ്ഥലത്താണ് ഗുഹ നിർമ്മിച്ചിരിക്കുന്നത്. വളരെ യോജിച്ചതും സുരക്ഷിതവുമാണ് ഈ ഭാഗം. തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും 1.5 കിലോമീറ്റർ മാറിയാണ് ഈ ഗുഹാക്ഷേത്രം നിലകൊള്ളുന്നത്. തൃക്കൽക്കുടി എന്നത് ലോപിച്ചാണ് തൃക്കാക്കുടി ആയത്. കുടി എന്നത് താമസ സ്ഥലം ആണല്ലോ. കൽക്കുടി ആണിത്. AD 8-ാം നൂറ്റാണ്ടിൽ പല്ലവരഥ ശില്പമാതൃകയിൽ പണിഞ്ഞതാണ് ഈ ഗുഹാക്ഷേത്രം. മുഖാമുഖം നിൽക്കുന്ന 2 പാറക്കെട്ടുകളിൽ ഒന്നിൽ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നു. പാറ തുരന്ന് 20 അടി വ്യാസത്തിൽ ഗർഭഗൃഹവും 3.5 അടി പൊക്കമുള്ള ശിവലിംഗവും സ്ഥാപിച്ചിട്ടുണ്ട്. 4 അടി വീതിയിൽ 20 അടി നീളമുള്ള അർദ്ധമണ്ഡപവും കൽപ്പടവുകളും നിർമ്മിച്ചിരിക്കുന്നു. ഗർഭഗൃഹത്തിന്റെ വാതിലിന് ഇരുപുറവും 2 ദ്വാരപാലകന്മാർ, ജടാധാരിയായ മുനി, ഗണപതി എന്നിവരുടെ ശില്പങ്ങളും ഉണ്ട്. പ്രത്യേകതകൾ ഉള്ള ദ്വാരപാലക ശില്പങ്ങളും മുനിയുടെ ശില്പവും മഹാബലിപുരത്തെ ശില്പങ്ങളുമായി സാമ്യമുള്ളതാണ്. പാണ്ഡവരുടെ വനവാസവുമായി ബന്ധപ്പെടുത്തിയും മറ്റും പല ഐതിഹ്യങ്ങളും ഇതിനെപ്പറ്റിയുണ്ട്. ചരിത്ര താൽപര്യമുള്ളവർക്ക് പഠനാർഹമാണ് ഈ ഗുഹാക്ഷേത്രം. മനസ്സിനും ശരീരത്തിനും കുളിർമ പകരുന്നതാണ് ഇവിടുത്തെ കാഴ്ചകൾ. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് മലയുടെ മുകളിൽ കയറാനും വഴിയുണ്ട്. അടുത്ത കാലത്തായി KSRTCയുടെ എക്കണോമിക് ടൂർ പദ്ധതിയിൽ പുണ്യസ്ഥല യാത്രയിൽ ഈ ക്ഷേത്രം കൂടി ഉൾപ്പെടുത്തിയതിനാൽ കൂടുതൽ പേർ ഇതിനെക്കുറിച്ച് അറിയുവാനും സന്ദർശിക്കുവാനും തുടങ്ങിയിട്ടുണ്ട്. ചരിത്രമുറങ്ങുന്ന ഈ ഗുഹാക്ഷേത്രം സന്ദർശിച്ചു മടങ്ങുമ്പോൾ ഏതോ പഴയ കാലത്തേക്ക് പോയി മടങ്ങി വന്നതുപോലുള്ള അനുഭവം ചരിത്ര സ്നേഹികൾക്ക് തോന്നാം. യാത്ര ആസ്വദിക്കാനും ആനന്ദിക്കാനും ധൈര്യമായി തിരഞ്ഞെടുക്കാവുന്ന സ്ഥലമാണിത്. സുന്ദരമായൊരു യാത്രാനുഭവമാണ് തൃക്കാക്കുടി ഗുഹാക്ഷേത്രവും ഈ പരിസരവും സന്ദർശിക്കുന്നതിലൂടെ ഒരു സഞ്ചാരിക്ക് ലഭിക്കുന്നത്.
ഇത്തരത്തിലുള്ള ചരിത്ര സംസ്കാരങ്ങളടങ്ങിയ ഇടങ്ങളിലേക്ക് ഇനിയും യാത്രകൾ തുടരും. ഇപ്പോൾ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.